അടുത്തത് നമുക്ക് മൊഡ്യൂൾ 3 പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 3 നമ്മൾ ഡീസൽ സൈക്കിള്, കാർനോട്ട് സൈക്കിള്, ഓട്ടോ സൈക്കിള് അങ്ങനെ കുറേ സൈക്കിളുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സൈക്കിളിനെല്ലാം ഓരോ പ്രോസസ്സുകളും ഉണ്ട്. ഇപ്പോൾ 1 to 2 പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡിഷൻ. ഇനി ഈ ടേബിളിൽ പറയുന്നതെല്ലാം ഒരു 1 to 2 പ്രോസസ്സിൻ്റെ ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ വരുമ്പോഴുള്ള PVT റിലേഷൻ നമുക്ക് നോക്കാം. അത് V1/T1 = V2/T2. വർക്കാകുമ്പോൾ P × V2 - V1. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആകുമ്പോൾ M × CV T2 - T1. ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ M × CP T2 - T1. അതുപോലെ കോൺസ്റ്റൻറ്റ് വോളിയം ആകുമ്പോൾ P1/T1 = P2/T2. വർക്ക് 0 ആയിരിക്കും. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് M × CV T2 - T1. അതുപോലെ ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി ചേഞ്ചിൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണ്. Q = mCV × T2 - T1. അടുത്ത ഐസോതെർമൽ പ്രോസസ് ആകുമ്പം അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. P1V1 = P2V2. വർക്ക് കാണുന്ന ഇക്വേഷൻ P1V1 log V2/V1. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് 0 ആണ്. ഹീറ്റ് വർക്കിന് ഈക്വൽ ആണ്. Q = P1V1 log V2/V1. അടുത്ത പോളിട്രോപ്പിക് പ്രോസസ്സ് PV⁻n കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ P1/P2 = V2/V1 n = T1/T2 n/n-1. n എന്ന് പറയുന്നത് പോളിട്രോപ്പിക് ഇൻഡെക്സ് ആയിരിക്കും. അതിന് പോളിട്രോപ്പിക് പ്രോസസ്സിലെ വർക്ക് കാണാനുള്ള ഇക്വേഷൻ P1V1 - P2V2/n-1. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് കാണുന്നത് M × CV T2 - T1. പോളിട്രോപ്പിക് പ്രോസസ്സിൽ ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വർക്ക് പ്ലസ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആയിരിക്കും. അതായത് പോളിട്രോപ്പിക് പ്രോസസ്സിൽ ഹീറ്റ് കാണുന്നത് P1V1 - P2V2/n-1 പ്ലസ് M × CV T2 - T1. ഇനി ഐസെൻട്രോപ്പിക് പ്രോസസ് അല്ലെങ്കിൽ അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ PVT റിലേഷൻ എന്ന് പറയുന്നത് P1/P2 = V2/V1 γ = T1/T2 γ/γ-1. നേരത്തെ പോളിട്രോപ്പിക് പ്രോസസ്സിൽ എന്നിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഗാമ വരുന്നതേ ഉള്ളൂ. വർക്ക് കാണുന്നത് P1V1 - P2V2/γ-1. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് കാണുന്നത് M × CV T2 - T1. ഐസെൻട്രോപ്പിക് പ്രോസസ്സിൻ്റെ ഹീറ്റ് 0 ആയിരിക്കും. ഇനി നമുക്ക് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ആൻഡ് ഐഡിയൽ കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത് ഓട്ടോ സൈക്കിളാണ്. ഓട്ടോ സൈക്കിൾ എന്ന് മനസ്സിലായാൽ നമുക്ക് അതിൻ്റെ പ്രോസസ്സും PVT ഡയഗ്രവും TS ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഓട്ടോ സൈക്കിളിൻ്റെ 1 to 2 പ്രോസസ് എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ, 2 to 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡിഷൻ, അതുപോലെ 3 to 4 എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, 4 to 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. ഇനി കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പ്രോസസ്സും PVT റിലേഷനൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടേബിൾ അനുസരിച്ച് നമുക്കിപ്പം 1 to 2 പ്രോസസ്സ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PVT റിലേഷൻ P1/P2 = V2/V1 γ = T1/T2 γ/γ-1. 2 to 3 പ്രോസസ് ആകുമ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡിഷൻ. അതിൻ്റെ PVT റിലേഷൻ എന്ന് പറയുമ്പം P2/T2 = P3/T3. ഇനി പ്രോസസ്സ് 3 to 4 ആണെങ്കിൽ അത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. അതിൻ്റെ PVT റിലേഷൻ എന്ന് പറയുന്നത് P3/P4 = V4/V3 γ = T3/T4 γ/γ-1. 4 to 1 കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. അതിൻ്റെ PVT റിലേഷൻ എന്ന് പറയുന്നത് P4/T4 = P1/T1. ഇനി ഐഡിയൽ കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്നുള്ളതെന്ന് മാത്രം ഇതൊരു ഓട്ടോ സൈക്കിളാണെന്നും അതിൻ്റെ പ്രോസസ്സ് PVT റിലേഷൻ PV ഡയഗ്രാം TS ഡയഗ്രാം എല്ലാം നമുക്ക് വരയ്ക്കാൻ പറ്റി. ഇനി ദ പ്രഷർ ടെമ്പറേച്ചർ ആൻഡ് വോളിയം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സൈക്കിൾ ആർ 1.2 bar. P1 ആയി 35 degrees Celsius, T1 ആയി ആൻഡ് 0.5 meter cube റെസ്പെക്റ്റീവ്ലി. V1 ആയി
അറ്റ് ദി എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ 1 to 2 പ്രോസസ്സാണ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. അപ്പോൾ അതിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് 2 ആണ്. ദ പ്രഷർ ഈസ് 12 bar P2 ആയി. 350 kilojoule of heat is added. അപ്പോൾ QI per kilogram of gas during constant oleum heating process. Calculate the pressure, temperature and oleum at the all points. Also find the air standard efficiency of the cycle. ക്വസ്റ്റ്യന് തന്നിരിക്കുന്നതനുസരിച്ച് നമ്മൾ സ്റ്റേറ്റ് 1ൻ്റെയും സ്റ്റേറ്റ് 2ൻ്റെയും ഗീവൺ എല്ലാം എടുത്ത് എഴുതി. ഇനി പ്രഷറിനെയും ടെമ്പറേച്ചറിനെയൊക്കെ അതിൻ്റെ യൂണിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പം 1 bar = 100 kN/m². ആണ്. അതനുസരിച്ച് P1ഉം P2ഉം നമ്മൾ kN/m²ലേക്ക് കൺവേർട്ട് ചെയ്തു. അത് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എല്ലാ സ്റ്റേറ്റിലുള്ള പ്രഷറും വോളിയവും ടെമ്പറേച്ചറുമാണ്. കണ്ടുപിടിക്കേണ്ടത് P1 V1 T1, P2 V2 T2, P3 V3 T3, P4 V4 T4 ആൻഡ് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. ഇനി പ്രോസസ് 1 to 2 എടുക്കാം. നമ്മൾ ആദ്യം ഓരോ പ്രോസസ്സിൻ്റെയും PVT റിലേഷൻ പറഞ്ഞു. അതുപോലെ 1 to 2 പ്രോസസ്സിൻ്റെ PVT റിലേഷനിൽ P1/P2 = V2/V1 the whole raised to gamma = T1/T2 the whole raised to gamma/gamma-1. ഇതിൽ ഏതെങ്കിലും ഒരു റിലേഷൻ എടുത്തുകൊണ്ട് നമുക്കൊരു അൺനോണിനെ കണ്ടുപിടിക്കാം. ദെൻ P1/P2 = V2/V1 the whole raised to gamma. ദെൻ 120/1200 = V2 the whole raised to 1.4/0.5 the whole raised to 1.4. ഇത് ഉപയോഗിച്ച് നമുക്ക് V2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ V2ൻ്റെ വാല്യൂ 0.0963 m³ എന്ന് കിട്ടും. ഇനി മറ്റൊരു റിലേഷൻ എടുക്കാം. P1/P2 = T1/T2 the whole raised to gamma/gamma-1. 120/1200 = 308/T2 the whole raised to 1.4/1.4-1. അത് ഉപയോഗിച്ച് നമുക്ക് T2 കണ്ടുപിടിക്കാം. T2ൻ്റെ വാല്യൂ 594.65 കെൽവിൻ എന്ന് കിട്ടും. പ്രോസസ് 2 to 3 പ്രോസസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷനാണ്. അതിൽ ഹീറ്റ് സപ്ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q = mCV T3 - T2 ആണ്. ഇതിൽ T3 മാത്രമാണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് T3യുടെ വാല്യൂ കണ്ടുപിടിക്കാം. T3യുടെ വാല്യൂ 1033.36 കെൽവിൻ എന്ന് കിട്ടും. ഓട്ടോ സൈക്കിളിൻ്റെ PV ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് V2ന് ഈക്വലാണ് V3 എന്നും V1ന് ഈക്വലാണ് V4 എന്നും കിട്ടും. അതനുസരിച്ച് സ്റ്റേറ്റ് 3ലെ വോളിയം അതായത് V3 = V2 = 0.0963 m³ എന്ന് കിട്ടും. ഇനി പ്രഷർ P3 സ്റ്റേറ്റ് 3ലെ പ്രഷർ അതിൻ്റെ റിലേഷൻ P2/T2 = P3/T3. അതുപയോഗിച്ച് P3യുടെ വാല്യൂ നമുക്ക് കിട്ടും. P3 20.85 bar എന്ന് കിട്ടും. ഇനി ഫോർ പ്രോസസ് 3 to 4 പ്രോസസ്സിൽ PVT റിലേഷൻ ആണ്. P3/P4 = V4/V3 the whole raised to gamma = T3/T4 the whole raised to gamma/gamma-1. നമ്മൾ നേരത്തെ PV ഡയഗ്രത്തിൽ പറഞ്ഞായിരുന്നു V4 = V1 ആയിരിക്കും. അതനുസരിച്ച് V4ൻ്റെ വാല്യൂ 0.5 m³ എന്ന് കിട്ടും. ഇതിൽ ഒരു റിലേഷൻ എടുത്ത് നമുക്കൊരു അൺനോണിനെ കണ്ടുപിടിക്കാം. അപ്പോൾ P3/P4 = V4/V3 the whole raised to gamma. അതുപയോഗിച്ച് P4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. P4ൻ്റെ വാല്യൂ 2.077 bar എന്ന് കിട്ടും. ഇനി അടുത്ത റിലേഷൻ നോക്കാം. P3/P4 = T3/T4 the whole raised to gamma/gamma-1. ഇതിൽ T4 ആണ് നമുക്കിപ്പോൾ അൺനോൺ. 20.85/2.077 = 1033.36 the whole raised to 1.4/1.4-1 divided by T4 the whole raised to 1.4/1.4-1. ഇത് ഉപയോഗിച്ച് നമുക്ക് T4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. T4 534.63 കെൽവിൻ എന്ന് കിട്ടും.
ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരെണ്ണം കഴിഞ്ഞു. അതായത് എല്ലാ സ്റ്റേറ്റിൻ്റെയും പ്രഷറും വോളിയവും ടെമ്പറേച്ചറും നമ്മൾ കണ്ടുപിടിച്ച്. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയാണ്. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഈറ്റ ഈക്വൽ ടു 1 മൈനസ് 1/r ദ ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1. ആർ എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണ്. കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ സിലിണ്ടർ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. അതനുസരിച്ച് ആർ ഈക്വൽ ടു V1/V2 അല്ലെങ്കിൽ നമുക്ക് V4/V3 എന്ന് എഴുതാം. അപ്പോൾ ആർ ഈക്വൽ ടു 0.5/0.0963 ഈക്വൽ ടു 5.19 എന്ന് കിട്ടും. അത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈറ്റ ഈക്വൽ ടു 1 മൈനസ് 1/5.19 ദ ഹോൾ റൈസ് ടു 1.4 മൈനസ് 1 ഈക്വൽ ടു 0.4824. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 48.24% എന്ന് കിട്ടും.